ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളെ വെഡ്ഡിങ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. അതായത് കല്യാണത്തിൻ്റെ 2ാമത്തെ ദിവസം, ഡേ 2 നിക്കാഹിൻ്റെ ദിവസം നിന്ന്. അപ്പോൾ ഇത് ഓന് ഉമ്മാനോടും എല്ലാവരോടും പൊരുത്തം വാങ്ങി എല്ലാവരുടെ സമ്മതത്തോടു കൂടി ഓനിപ്പോൾ നിക്കാഹിന് വേണ്ടി ഇറങ്ങുകയാണ്. അസർ നിസ്കാരത്തിന് ശേഷമാണ് നിക്കാഹ് വരുന്നത്. അപ്പോൾ ഇതാ പള്ളിയിലേക്ക് പോവാണ്. ഓൻ്റെ വീട്ടിൽ നിന്ന് ഓളെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. ഓളെ വീട്ടിലെ മഹല്ല പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹ്. അപ്പോൾ ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഉസ്താദുമാരൊക്കെ വന്ന് ദുആയൊക്കെ ചെയ്ത് ഇപ്പം നിക്കാഹിന് വേണ്ടി ഇതാ പുറപ്പെടുകയാണ്. അങ്ങനെ ഇതാ നിക്കാഹിനൊക്കെ പുറപ്പെട്ടു. നിക്കാഹിൻ്റെ ടൈം ഞാനും ഉമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ, കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല. അങ്ങനെ ഞാനും ഉമ്മയും ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങി. അപ്പോൾ അനിയനും മോനിക്ക് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട്. അപ്പോൾ കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ട് ഇനി കല്യാണത്തിന് പോകുന്നുള്ളൂ. കാരണം ആകെ വീക്കിലി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ വെറുതെ എന്തിനാ ലീവാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോച്ചിങ് ഒന്നും ലീവാക്കുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇവർ 3 ആൾക്ക് യൂണിഫോം ഇട്ടുന്ന 3 ആളുടെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുള്ള യൂണിഫോം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി കല്യാണ വീട്ടിലേക്ക് എത്തി. കല്യാണ വീട്ടിലെത്തി നമ്മളെ മെയിൻ സെക്ഷൻ ഇതാ ഫുഡ് അടിക്കലാണേ. നമ്മളെ ചോറിന് ദമ്മിടെ പൊളിക്കുന്നുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. നമ്മളെ കുഞ്ഞളയാണ് ഇത്. നമ്മളെ കുഞ്ഞളയാണ് ഇതിൻ്റെ കുക്ക്. അടിപൊളി ബിരിയാണിയാണെന്ന് പറയുന്നത്. പിന്നെ ഇതാ നല്ല അൽസയും ഉണ്ടായിരുന്നു. അൽസയിൽ ഇതാ പ്ലേറ്റിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ടീമിന് ഞാൻ ഇങ്ങനെ പരത് നോക്കുമ്പോൾ ഇതെല്ലാം പുറത്ത് നല്ല കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ എല്ലാവരും നല്ല തകർത്തടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. കുഞ്ഞളാക്ക് മാത്രം സ്പെഷ്യൽ സ്പൂണെല്ലാം ഉണ്ടല്ലോ. അതിനുശേഷം ഇതാ കുറച്ച് കുഞ്ഞു മക്കളോട് നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മളെ ടീം ഫുള്ള് ഈ റൂമിലാണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഒന്ന് മുട്ടി നോക്കണം. മാഷാ അല്ലാ, എൻ്റെ മോളും പെങ്ങളെ മോളും അവരെ ഡാൻസ് നോക്കി കളിക്കുന്നതാണ്. ഓര് പഠിച്ചിട്ടൊന്നുമില്ല. രാത്രി നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് പോയിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.